നമസ്കാരം, ഞാൻ വിനീത് മംഗലത്ത്. 2026 ഫെബ്രുവരി 15-ാം തീയതിയാണ് മഹാശിവരാത്രി. അന്നത്തെ ദിവസം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. അതായത് തലേദിവസം മുതൽ, ശിവരാത്രിയുടെ തലേദിവസം മുതൽ പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക. ഉപവാസം, ഒരു നേരം അരിയാഹാരം എന്ന തോതിൽ വേണം വ്രതം അനുഷ്ഠിക്കാൻ. ബാക്കിയുള്ള സമയത്ത് പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കാവുന്നതാണ്. ശിവരാത്രിയുടെ അന്ന് രാവിലെയും വൈകിട്ടും കുളിച്ച് ശുദ്ധിയായിട്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും, അതുപോലെ വീട്ടിലും 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച്, രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിച്ച് ശിവപഞ്ചാക്ഷരം 108 തവണ ജപിക്കുക. പാർവതി ദേവിയെ കൂടി സ്മരിക്കുക. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഉള്ള ഗുണം, ഇതുകൊണ്ട് നിങ്ങൾക്ക് മുൻജന്മ പാപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവികപരമായിട്ട് അതെല്ലാം മാറ്റി കിട്ടുന്നതാണ്. അതുപോലെ ആഗ്രഹ സാഫല്യത്തിന് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. മനസ്സും ശരീരവും ശുദ്ധീകരിക്കാനും അങ്ങനെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഉന്നമനം നേടിയെടുക്കാനും ശിവരാത്രി വ്രതം വളരെ ഉത്തമമാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം അന്നത്തെ ദിവസം, ശിവരാത്രിയുടെ അന്ന് പൂർണ്ണമായിട്ടും ഉറക്കം ഉളച്ച് വ്രതം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.